പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസുണ്ടല്ലോ, അപ്പം ഈ കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസം ഇന്നാണ്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാമതും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതിഭാഗം മേൽക്കോടതിയെ സമീപിച്ചത്. ഈ മാസം 30-ാം തീയതി വരെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ബെൻസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നമുക്കിപ്പം ബെൻസൺ, ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? സേതുലക്ഷ്മി, ഇന്നലെ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാമതും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യത്തിനായി ജിതിൻ ഭാസ്കറിന്റെ അഭിഭാഷകൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യം അല്ലെങ്കിൽ ജാമ്യ ഹർജി തള്ളിയതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ഇത്തരത്തിൽ ജിതിൻ ഭാസ്കർ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം തന്നെയാണ് ഈ ഫോണിൽ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫോണ് അത് പൂർണ്ണമായും തന്നെ റീസെറ്റ് ചെയ്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകണം. അത് കോഴിക്കോട്ട് അതിൻ്റെതായിട്ടുള്ള മേഖലയിൽ അത് പരിശോധന നടത്തിയപ്പോൾ അതിലെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതിലുണ്ടായിരുന്ന ഈ ഫോണിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി സംസ്ഥാന ഫോറൻസിക് സെല്ലിൽ ഈ ഫോൺ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിലുള്ള കോടതി ഉത്തരവൊക്കെ ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായും അതിന്റെ ശാസ്ത്രീയ പരിശോധനയെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകാൻ പാടുള്ളൂ എന്നുള്ള വാദമാണ് ഈ പ്രതിഭാഗം കോടതിയിൽ എതിർഭാഗം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ശരിവെച്ചുകൊണ്ടായിരുന്നു ജിതിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജിതിൻ പൂർണ്ണമായും ഈ കേസിനോട് സഹകരിക്കുന്നുണ്ട്. ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് അടക്കമുള്ള ഭാഗമായിരുന്നു ജിതിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയാണെങ്കിലും ജാമ്യത്തിനായിട്ടുള്ള ഹർജി ഇന്ന് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കീഴ്ക്കോടതിയിലെ വിധി അനുസരിച്ചാണെങ്കിൽ അത്തരത്തിൽ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ്. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ, ശരി.